തായിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉന്നക്കായ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നു കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ 4 പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം ഒരു മീഡിയം പഴുപ്പായ പഴമാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തേങ്ങൻ്റെ പകുതി ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ് വേണം, നെയ്യ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ എടുക്കണം കേട്ടോ. അതിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പഴത്തിൻ്റെ ഈ 2 ഭാഗങ്ങളില്ലേ, ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ടും ഒരു വിസിൽ വരുത്തിയെടുക്കാം. പക്ഷേ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് തോന്നും. നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുന്നതാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യൊന്ന് നല്ലോണം ഉരുകി വരട്ടെ കേട്ടോ. ഇത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിനൊന്ന് നല്ലോണം അങ്ങനെ ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പം നമ്മളെ തേങ്ങ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് നേരം വറുക്കണം എന്നൊന്നുമില്ല. ഒന്ന് പച്ചമണം മാറി കിട്ടുക. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കൽ. ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ ഉണ്ടാക്കൽ. ഞാൻ എൻ്റേതായിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈ പൊടിച്ച വെച്ച ഏലക്കായിനെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ നിങ്ങളെ അളവിനനുസരിച്ച് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ. മധുരം കുറച്ച് മതി. അത് കാരണം ഇനി ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളെ പഴം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂട് തണിയട്ടെ കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ ചൂട് ചെറുതായിട്ടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. നല്ലോണം തണിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും ഇതിനിങ്ങനെ തൊളിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഇങ്ങനത്തെ നാരുകളൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. അതിന്മേന്ന് എല്ലാ നാരുകളും നമുക്ക് കളഞ്ഞെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ചൂടുണ്ട് കേട്ടോ. ഈ നാരുകളൊക്കെ പോകണം. എല്ലാ നാരും കളഞ്ഞെടുക്കണം കേട്ടോ. ഇതിന്മേന്ന് ഈ നാരുകൾ പാടില്ല കേട്ടോ. അങ്ങനെ എല്ലാ നാരുകളും പറിച്ചെടുത്ത് അങ്ങനെ ആക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് അങ്ങനെ ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാനെല്ലാം ഇതിങ്ങനെ തൊലി കളഞ്ഞ് നാരും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും കളഞ്ഞെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു നൂൽപുട്ടിൻ്റെ അച്ചാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന. പിന്നെ അതിലേക്ക് ഈ ചെറിയ ഇതുള്ളതല്ല, ഓൾസ് ഉള്ളതല്ല വേണ്ടത്, വലിയ ഓൾസ് ഉള്ളതാണ് വേണ്ടത്. അതൊന്ന് ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയെടുക്കണം. എന്നിട്ട് ഈ നാരും ഇതൊക്കെ കളഞ്ഞെടുത്തത്, ഈ നാര് കളയുന്നത് ഇതിലിടേണ്ടിയിട്ടാണ് കേട്ടോ. ഈ നാരൊക്കെ ഇങ്ങനെ കളഞ്ഞെടുത്തത് ഇനി ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ മുറിച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മളിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനിങ്ങനെ കറക്കുക കേട്ടോ. അപ്പം എല്ലാം നമുക്ക് ഇങ്ങനെ വരുവേ. ഇത് പെട്ടെന്ന് നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ ആക്കാം. ആ നാരുണ്ടെങ്കിൽ ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ തടഞ്ഞ് നിൽക്കും കേട്ടോ. അതിനെക്കൊണ്ടാണ് നമ്മൾ നാര് ഒഴിവാക്കുന്നത്. കണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടിയില്ലേ. ഇനി നമുക്ക് ഈ ബാക്കിയുള്ളതും കൂടെ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പഴത്തിൻ്റെ ഇതെല്ലാം നമ്മളിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ. ഇത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് എണ്ണ കയ്യിലാക്കണം, ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. എന്താ ഞാൻ ലേശം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഇതിന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം.
അപ്പോൾ ഇത് ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ലോണം കുഴച്ച് ഉരുളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുമെന്ന് നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്ര വലിപ്പം വേണമെന്ന് ചോദിച്ചാൽ അതുപോലെ ഒരു ഉരുള നമ്മളിങ്ങനെ എടുക്കാം കേട്ടോ. ആക്കിയെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൻ്റെ ഇവിടെ ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഈ തേങ്ങ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനങ്ങനെ മൂടിയെടുക്കുക. എന്നിട്ടിങ്ങനെ ഇതാട്ടോ നമ്മൾ ഉന്നക്കായ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. ഞാൻ ഈ കൂട്ട് ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാൻ മറന്നുപോയി കേട്ടോ. ഇത് ചൂടാക്കിയിട്ട് അങ്ങനെ തന്നെ അവിടെ വെച്ച് പോയി. അത് കാരണം അതിൻ്റെ കളർ ലേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് തേങ്ങക്ക് ചുമന്ന കളർ കാണുന്നത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റണമായിരുന്നു, അതെന്നോട് വിട്ടുപോയി. പിന്നെ അതിലത്തെ ആ ചൂടിൽ കിടന്നങ്ങനെ ചുമന്ന കളറായി. അപ്പോൾ അതാട്ടോ നമ്മളെ എല്ലാ ഉന്നക്കായും ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ അതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ അതായി വന്നിട്ടുണ്ട് കേട്ടോ. അത് കോരിയെടുക്കാം. ഈ ഒരു കളർ വരുമ്പോഴാണ് നമ്മൾ കോരിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉന്നക്കായ് എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉന്നക്കായ് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി ഒരു അരമണിക്കൂറും കൊണ്ട് നമുക്ക് ഇതിൻ്റെ പണിയൊക്കെ തീരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. എല്ലാ ഉന്നക്കായ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.